കഴിഞ്ഞ ദിവസം ഹാർബർ വാർഡിൽ, കോവളം നിയോജകമണ്ഡലത്തിലെ ഹാർബർ വാർഡിലുള്ള മതിപ്പുറം, ആ പ്രദേശത്ത് ഒന്ന് രണ്ട് ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റ് അടിസ്ഥാനത്തിൽ അവിടെ സന്ദർശനം നടത്തിയത്. വരുന്ന ആളുകൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ അന്നേരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഇന്നത്തെ വിഷയമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് നാളായി ഞങ്ങളുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കയ്യിലും ഡെപ്യൂട്ടി മേയറുടെയും സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിലുൾപ്പെടെ നിരവധി കംപ്ലയിൻറ്റുകൾ നമ്മുടെ മാർക്കറ്റുകളെക്കുറിച്ച് ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ലഭിക്കുന്നത് പാളയം മാർക്കറ്റെക്കുറിച്ചാണ്. പാളയം മാർക്കറ്റിൽ നിങ്ങൾക്കൊക്കെ തന്നെ നമ്മളെപ്പോലെ തന്നെ അറിയാം, അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുകയായിരുന്നു. അതിൽ തന്നെ പോരായ്മകളുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ ലേലത്തിന് പലരും എടുക്കാറുണ്ട്. തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ പലതും 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. കാരണം കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുള്ളതുകൊണ്ട് ആ സമയത്ത് ലേലം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസം 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയിട്ട് ലേലം ചെയ്ത് പുതിയ ആൾക്കാർക്ക് കൈമാറാൻ വേണ്ടിയുള്ള സമയം. അപ്പോൾ ഈ മാസം അവസാനം വരെയാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ പണപ്പിരിവ് നടക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഒരു കുട്ടം മീൻ വച്ച് വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നല്ല തുടങ്ങിയല്ല, 45 വർഷമായിട്ട്. 45 വർഷം മുമ്പ് ഒരു പക്ഷേ 500 ആയിരിക്കില്ല, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ കൈവശം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന വനിത വന്ന് പരാതിപ്പെട്ടു. സെക്രട്ടറി അപ്പം തന്നെ അന്വേഷിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പിരിവുകളും നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ പേരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ബോധ്യമായത്, നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള എല്ലാ പിരിവും അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ആ സമയം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്, അവിടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല റൂമുകൾക്കും പല കടമുറികൾക്കും അവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതിനൊന്നും തന്നെ എയർ ഹോളില്ല, എയർ സർക്കുലേഷനുള്ള ഒരു സാധ്യതയുമില്ല, മുകളിലേക്ക് പോയിട്ട് ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ നിരവധി കടമുറികൾ, ഒരു 100 കുറയാത്ത കടമുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്നൊരു കാര്യം, കണ്ണായ സ്ഥലത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണല്ലോ പാളയം കണ്ണിമേറ മാർക്കറ്റ്, ഏറ്റവും പാരമ്പര്യമുള്ളതാണ്. അവിടെ ഇത്രയും കോടി രൂപ മുടക്കി ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് ഇത്രയും വർഷമായിട്ടും ഒരു കട പോലും ആരും ഒരാവശ്യത്തിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ അശാസ്ത്രീയതയുണ്ട്. അതിനെ ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്നലെ ചർച്ച നടത്തി, ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യമാണ്, ഈ 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകാൻ വേണ്ടി വളരെ വീതിക്കുള്ള സ്റ്റെയർ കേസുണ്ട്. ഈ സ്റ്റെയർ കേസൊക്കെ കെട്ടിയതിന് ശേഷം ആ സ്റ്റെയർ കേസിൻ്റെ മുൻപിൽ ചിലർ അവരുടെ കയ്യൂക്കുണ്ട്. നിരവധി കാലങ്ങളായി അവിടെ വിലസുന്ന ചില പ്രാദേശിക സംഘങ്ങൾ അവരുടെ കയ്യൂക്കുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ അനധികൃത നിർമ്മാണം നടത്തി കൈയടക്കി വച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ട് മാംസവിൽപ്പനയും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും നടക്കുകയാണ്. ഇതിൽ പലരും ഇങ്ങനെ കട കെട്ടിയിട്ടിട്ട് 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്കും, ഒരു ദിവസത്തേക്ക് 1000 2000 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ചേർന്ന ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയൊക്കെ യോഗത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഞായറാഴ്ച ആയിരുന്നിട്ടും ആ പ്രശ്നത്തിൻ്റെ ഗൗരവം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇന്ന് ഡ്യൂട്ടി നിശ്ചയിച്ച് ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ ആവശ്യമായ ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നാളെ കൂടുതൽ രേഖകൾ, കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായതുകൊണ്ട് പല ജീവനക്കാരുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരിൽ നിന്നും രേഖകൾ വാങ്ങി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണമെന്ന് തോന്നിയ ബോധ്യമായ കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് ഇന്ന് പൊളിച്ചത്.
വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. ഇതിൽ മറ്റൊന്ന് പറയുവാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകൾ സഹിതം മതിയായ ഘടകങ്ങൾ ഹാജരാക്കി ലൈസൻസ് നേടുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ഭരണസമിതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിലിടപെടും. അല്ലാതെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റണം. അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കോർപ്പറേഷനെ ഒന്നും പൊളിച്ചു മാറ്റുവാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അത് തുടർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോയിട്ടുണ്ട്.